ദൈവമേ, എന്റെ അമ്മയുടെ എല്ലാ അസുഖവും മാറ്റി ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അയ്യോ, എന്താടി? എന്റെ പാസരം കാണാനില്ലമ്മേ. എന്താ കാണാനില്ലേ? എവിടെ പോയി? അമ്പലത്തിൽ വരുമ്പോ ഉണ്ടായിരുന്നതാ. കൊണ്ട തൊഴോ അസത്ത്. ഈ കാലത്ത് വെള്ളിയുടെ വില എന്താണെന്നറിയോ? ഇന്ന് നീ കൊല്ലു തന്നെയാണ്. അവളെ അടിക്കണ്ട, ഇതാ പാദസരം. നന്നായി മോളെ. ഇത് വേറെ ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതുവഴി പോയേനെ. വളരെ നന്ദി. മോടെ പേരെന്താ? സരസ്വതി. സരസ്വ, വാ മോളെ. നിന്നെ എന്റെ കാര്യം നിന്റെ വീട്ടിൽ വിട്ടേക്കാം. വേണ്ട, എന്റെ വീട് ഇവിടെ അടുത്തുള്ള ശ്രീഹരി മഠം. ഞാൻ നടന്നു പോയിക്കൊള്ളാം. ശ്രീഹരി മഠം? അപ്പോ നീ മരിച്ചുപോയ ശങ്കരയ്യരുടെ മകളാ? അങ്ങയുടെ മകളാ? അതെ. നിങ്ങളെല്ലാം ഊട്ടിയിലായിരുന്നില്ലേ? ആയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മാവിന്റെ വീട്ടിൽ താമസിക്കുക. അപ്പൊ ഞാൻ വരട്ടെ. നെല്ലുമോളെ, എന്താ ധൃതി? അമ്മയെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് MS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. MS ആശുപത്രിയിലാ? അവിടെ എവിടെ ചേട്ടൻ? എന്റെ മോൻ ഡോക്ടർ കല്യാൺ ജോലി ചെയ്യുന്നത് അവിടെയാണോ? ആ, അദ്ദേഹമാണ് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ഇല്ലെങ്കിൽ എന്റെ അമ്മ, ആ ദൈവം എന്നും നന്നായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പൊ ഞാൻ വരട്ടെ അമ്മേ. പോയിട്ട് പോ മോളെ. ഞാൻ വരട്ടെ. മഹാലക്ഷ്മി പോലെ ഇരിക്കുന്നേ. അച്ഛാ, എന്താ? സ്കൂളിൽ എല്ലാരും എക്സ്കർഷന് പോയിട്ട് വാ മോളെ. 500 രൂപ വേണം അച്ഛാ. രൂപയോ? രൂപയുടെ കാര്യമൊന്നും വേണ്ട, പഠിപ്പ് കുത്തിക്കോ. എന്താ കിടന്ന ലഹള? ചുമ്മാ വിശേഷം പറഞ്ഞതാണേ. വിശേഷം പറഞ്ഞ മാതിരിയല്ലല്ലോ. എന്താ മോളെ? അമ്മ, ഞാനൊന്ന് പറഞ്ഞില്ലേ എക്സ്കർഷൻ. ഫസ്റ്റ് പാർട്ടിയുടെ അടുത്തുനിന്ന് ചേട്ടൻ വരട്ടെ, വാങ്ങി തരാം. നീ പോ. ഞാനൊരു കാര്യം പറയാം. എന്താ? അവന്റെ അടുത്തുനിന്ന് പണം വാങ്ങി എനിക്ക് കൊണ്ടുതാ. എന്തിനാ? അവനെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചില്ലേ? എന്റെ 5.5 ഏക്കർ നിലം 1/2 ഏക്കറായി, മനസ്സിലായോ? ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ ചെലവാക്കിയത് കൂടുതൽ എന്റെ മോൻ സമ്പാദിച്ചു തരും. അവ സമ്പാദിക്കും. ആശുപത്രിയിൽ നിന്ന് വാങ്ങുന്ന ശമ്പളം അല്ലേ അവ സമ്പാദിക്കണത്? പിന്നെ എന്താ വേണ്ടത്? അവന്റെ കൂടെ പഠിച്ചവരൊക്കെ എന്തൊക്കെയാ വാരി കൂടിയുള്ളത്? 4 കാറ്, 3 ബംഗ്ലാവ്, അത് ഇത് മറ്റത്. ഒരു കുര്യൻ. എന്നെ പറ്റി എന്തോ പറയുന്ന പോലെ ഉണ്ടല്ലോ. മോനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവനെ പറ്റില്ല, വേറെ ആരെയാ? ഇവനെ പറ്റി വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ലേ? പറഞ്ഞെങ്കിൽ വിട്ടേക്ക്.
ഒന്നുമില്ല മോനെ, മോനെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചതിന് അച്ഛന്റെ സ്വത്തെല്ലാം നശിച്ചു പോയെന്ന്. എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറായ അച്ഛൻ ബഹുമതിയില്ലേ? എനിക്ക് അങ്ങനെ ബഹുമതിയില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടാ? ചുമ്മാ ഇരിക്കെ. എടാ, നീ ഡോക്ടറായതിൽ എനിക്ക് ബഹുമതി മോനെ. എന്നാൽ ഒരു വിഷയത്തിൽ നീ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മ എന്തായി പറയുന്നത്? നിന്റെ കല്യാണക്കാര്യം മോനെ. ഓ, എന്റെ മകൻ ഡോക്ടറാടി. അതും ലണ്ടൻ ഡോക്ടർ. അവന്റെ റേറ്റ് തന്നെ വേറെയാ. ഒരു കാറ്, ഒരു ബംഗ്ലാവ്, 100 പവൻ, റൊക്കം 5 ലക്ഷവും വേണം. അതിൽ കൂടുതൽ ഞാനൊന്നും ആശിക്കുന്നില്ല. എനിക്ക് പെണ്ണും വേണ്ട, പണവും വേണ്ട. ആളെ വിട്ടാ മതി. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, പണം വേണ്ടെന്ന് മാത്രം നീ പറയരുത്. എനിക്ക് പണം വേണം. ഓ, പണം പണം പണം, എപ്പോ നോക്കിയാലും പണം തന്നെ. ഇതാ നോക്കൂ, നിങ്ങളൊന്നും അതിന് പെണ്ണ് അന്വേഷിക്കണ്ട. ഞാൻ തന്നെ അവനൊരു പെണ്ണിനെ കണ്ട് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഏത് പെണ്ണായാലും ശരി, ഞാൻ ചോദിച്ചത് അത്രയും എനിക്ക് കിട്ടിയിരിക്കണം. നിങ്ങൾ ചോദിച്ച അത്രയും തന്നിരിക്കട്ടെ. പെണ്ണൊരു ഞൊണ്ടി ആയാലും വേണ്ടില്ലല്ലേ? നിനക്ക് പണത്തിന്റെ വില അറിയില്ലടി. നിങ്ങൾക്ക് മനുഷ്യന്റെ വില അറിയില്ല. ഇല്ലല്ലോ. കൊള്ളരുതാത്ത എവിടെയെങ്കിലും നീ കൊണ്ടുവന്നാ അവളെ ഞാൻ എന്റെ മരുമകളാക്കണല്ലേ? അവളൊന്നും കൊള്ളരാത്തോളല്ല. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാ. വേണ്ടപ്പെട്ടവരാ? നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ ശ്രീഹരിമണി ശങ്കരജിയുടെ മോള് സരസ്വതി. മോന് മനസ്സിൽ ഇണങ്ങാതിരിക്കില്ല. ശങ്കരജിയുടെ നല്ല സ്ഥിതിയിലിരിക്കെ എത്ര അനാഥകളെ കല്യാണം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇന്ന് ആ കുടുംബം അനാഥമായിരിക്കാണ്. ആ കുടുംബത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? എന്റെ 5 ഏക്കർ നിലം പോയില്ലേ? അതിനെന്താ വഴി? മിണ്ടായിരിക്കെ. ഇതാ നോക്കൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തും. ചേട്ടാ, ഇനിയും ഏറെക്കാലം ഞാൻ ജീവിച്ചിരിക്കില്ല. മേലാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇങ്ങനെയൊന്നും പറയരുത് സീതേ. ഇല്ല ചേട്ടാ, ഞാൻ വേദനിക്കുന്നതെല്ലാം നമ്മുടെ സരസിന്റെ കല്യാണത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. നീ അതിന് വിഷമിക്കണ്ട. നമ്മുടെ സരസുവിന് ഞാൻ എവിടെയെല്ലാം പയ്യനെ തേടുന്നുണ്ടെന്ന് അറിയാമോ? ആ വിചാരം വേണ്ട. അവളുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ഇപ്പോഴെന്താ തിടുക്കം? ആദ്യം അമ്മയുടെ അസുഖം മാറി കിട്ടട്ടെ. എളുപ്പം സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകണമെങ്കിൽ തരുന്ന മരുന്ന് സമയത്ത് കഴിക്കണം. ആ നേഴ്സ് ക്രിസ്ത്യാനി പെണ്ണായതുകൊണ്ടാ അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കാത്തത്. ഇതിനെന്താ അർത്ഥം? ക്ഷമിക്കണം ഡോക്ടർ, അവര് പഴയ ആൾക്കാരാ, വലിയ ആഠ്യത്വമുള്ളവര്. ഇതുപോലത്തെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ പിടിവാശി കാണും. ഈ ലോകത്ത് ജാതിയും മതവും ഒന്നുമില്ലമ്മേ. എല്ലാം അവരവരുടെ സൗകര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നതാ. ഒരേ ഒരു ജാതി, അത് മനുഷ്യജാതി. അല്ല, നിങ്ങൾ പഠിച്ചവരല്ലേ, പറഞ്ഞു കൊടുത്തൂടെ? ആ മരുന്ന് കഴിക്കൂ. കഴിക്കൂ അമ്മേ. സീതേ, ഇത് അഗ്രഹാരമല്ല, ആസ്പത്രിയാ. എനിക്കിപ്പോ വീട്ടിൽ പോണം. വീട്ടിലേക്കോ? ആസ്പത്രി ബില്ലടയ്ക്കണം. അതിന് പണമില്ല. വീട്ടിൽ പോണതിനെ പറ്റി പിന്നെ ആലോചിക്കാം. വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ആ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇന്ന് തന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ? പിന്നെ ആസ്പത്രി ബില്ലടയ്ക്കാൻ പണത്തിന് പല ആളുകളെയും പോയി കണ്ടു. എവിടുന്നും കിട്ടിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ഓക്കെ? വളരെ ഉപകാരം. ഈ നന്ദി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ശരി. നിങ്ങൾ ശങ്കരയുടെ അളിയനല്ലേ? അതെ. നിങ്ങൾ? എന്റെ അമ്മ. ഞാനിന്നലെ പത്മനാഭയ്യരുടെ മകൾ ഗോമതി. മറന്നുവല്ലേ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ? അതെ. നമസ്കാരം. നിങ്ങളുടെ ഫാമിലി എനിക്കറിയാം. സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏതുണ്ട്? ഇന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. സരസ്വതി ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. എന്നാ ഞാൻ വരട്ടെ. വരട്ടെ. കല്യാൺ, എന്താ അമ്മേ? ആ ശങ്കരയ്യരുടെ മകൾ സരസ്വതിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെ. അതിന് പറയട്ടെ മോനെ, ഇന്ന് ആ കുടുംബത്തിന്റെ സ്ഥിതി അറിഞ്ഞ് ആ പെണ്ണിനൊരു ജീവിതം കൊടുത്താൽ അത് എത്ര വലിയ പുണ്യാണെന്നറിയാമോ? അറിയാമേ. വീണ്ടും എന്റെ കല്യാണക്കാര്യം ആരംഭിച്ചിരിക്കാനല്ലേ അമ്മേ? ഞാൻ ഇതിന് മുമ്പേ... മതിയടാ, എനിക്ക് ഇതിന്റെ പഴയ കഥകളൊന്നും കേൾക്കണ്ട. ഇന്ന് എനിക്ക് ഇതിനൊരു തീരുമാനം അറിയണം. തീരുമാനമോ? അതെ, സരസ്വതി ഞാൻ എന്റെ മരുമകളാക്കാൻ തീരുമാനിച്ചിരിക്കുക. ആലോചിക്കാൻ എന്താ ഉള്ളത് മോനെ? അമ്മേ, ഞാൻ... മതിയടാ, നീ പറഞ്ഞതൊക്കെ മതി. ഈ കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറില്ല. എത്ര നാളേക്ക് നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുകിൽ ഈ കല്യാണം നടക്കണം, ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ നീ എന്നെ ഓർത്ത് വേദനിക്കേണ്ടി വരും. അമ്മേ, അമ്മ ജീവിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം. ഡോക്ടർ, നിങ്ങൾ? ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്താ കാര്യം? പറയൂ. അങ്ങക്ക് തരാനുള്ള ഫീസിനെ കുറിച്ച് ഒട്ടും വൈകാതെ തന്നെ തന്നിക്കാൻ ഡോക്ടർ. അതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങളുടെ അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? ഭേദമുണ്ട്, നന്നായിരിക്കുന്നു. ഇനി നിങ്ങളുടെ അമ്മ എപ്പോഴും നന്നായിരിക്കണമെങ്കിൽ മുൻപേ നിങ്ങളുടെ കല്യാണം നടക്കണം.
അത് പറയാനാ വന്നത്. കല്യാണമോ? ആ, എനിക്കോ? ഇപ്പൊ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ ഇനി കല്യാണത്തിന്റെ ഒരു പോരായ്മയുള്ളൂ. സപ്പോസ് നിങ്ങളുടെ കുടുംബത്തെ പറ്റി എല്ലാം അറിയാവുന്ന ഒരുത്തൻ കല്യാണം കഴിക്കാൻ വന്നാൽ? അയ്യോ വേണ്ട സാർ, ഞങ്ങളുടെ കഷ്ടം ഞങ്ങൾ തന്നെ അനുഭവിക്കണം, മറ്റൊരാൾ കൂടി പങ്കിന് വരണ്ട. എന്താ, അവൻ സ്വയം മുന്നോട്ടൊന്ന് എല്ലാം സഹിക്കാൻ തയ്യാറായാൽ? അമ്മാതിരി ഭ്രാന്തന്മാര് ഉണ്ടായിരിക്കോ സാർ? അത് ഞാനായാലോ? അങ്ങ് എന്തായി പറയുന്നത്? അതെ, എന്റെ അമ്മ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് നിങ്ങളെ കണ്ടത് മുതൽ അവരുടെ മരുമകളായി മനസ്സാ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണക്കാര്യത്തിൽ അവരുടെ ആഗ്രഹമാണ് എന്റെയും. പിന്നെ ഞാൻ ലണ്ടനിൽ പോയി പഠിച്ചവനാണെങ്കിലും എന്റെ ഭാര്യയായി വരുന്നവൾ എന്റെ അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ കഴിവുള്ളവളായിരിക്കണം. ഇനി നിങ്ങളാണ്. അങ്ങേ എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്റെ സരസ്വതിക്ക് കല്യാണം ഇത് നടക്കൂ? എന്താ നടന്നുകൂടെ? നിങ്ങളുടെ സരസ്വനെ ഞങ്ങളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ സമ്മതം അറിയാനാ വരാൻ പറഞ്ഞത്. സമ്മതമല്ലേ? എന്താ പറയുന്നേ? ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ പുണ്യം ചെയ്തിരിക്കണം. കറക്റ്റ്. അതാ ഞാനും പറഞ്ഞു വന്നത്. നിങ്ങളുടെ സരസ്സു ഈ വീട്ടിൽ മരുമകളായി വരണമെങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരിക. ഞാൻ പെട്ടിയിൽ വെച്ച് കൂട്ടിക്കോളാം. 5 ലക്ഷമോ? ഇയാളുടെ ഭാവം കണ്ടാലുണ്ടല്ലോ ഇതിന് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. മിണ്ടാതിരി മനുഷ്യ. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം കഴിയുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാം. ഈ നിലയിൽ ഇപ്പോ 5 ലക്ഷം എനിക്കുണ്ടാക്കാൻ കഴിയില്ല. പിന്നെ പറഞ്ഞേട്ടെ. സരസ്വിന്റെ അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തൊക്കെ ജപ്തി ചെയ്ത് പോയി. അവളുടെ അമ്മയുടെ പേരിൽ ഊട്ടിയിലുള്ള ബംഗ്ലാവ് കേസിലിരിക്കുക. ഇതാ നോക്കൂ, പണത്തിന് വേണ്ടിയോ സ്വത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ബന്ധമല്ലേ ഇത്. കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടണമെന്ന ആശയിലാണ്. അപ്പോഴേ കേസ് നമുക്ക് അനുകൂലമാവോ? അനുകൂലാണെന്നാ പറഞ്ഞത്. ഊട്ടി ബംഗ്ലാവിന് എന്ത് വില കിട്ടും? സുമാർ 5 ലക്ഷം. അപ്പൊ ശരി, ഞാൻ ഒന്നും ഇങ്ങോട്ട് നീങ്ങട്ടെ. ഇപ്പൊ തന്നെ മോനും ട്രാൻസ്ഫറിന് ഏർപ്പാട് ചെയ്യാം. നമുക്കും ഊട്ടിയിൽ സെറ്റിൽ ആകാം. എന്താ? അതിനു മുമ്പേ അങ്ങ് തയ്യാറായി. ഇതാ നോക്കൂ, ഒരിക്കൽ ഞങ്ങൾ ഊട്ടി കഴിഞ്ഞവര് തന്നെയാ. ഞങ്ങളുടെ മോൻ അവിടുത്തെ ബ്ലൂ ഹിൽസ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങ് പോയേക്കല്ലേ. അടുത്ത മാസം 12-ാം തീയതി ജഡ്ജ്മെന്റ്. ദൈവം നല്ല മനുഷ്യർക്ക് നല്ലതേ വരുത്തൂന്ന് ഇവള് പറഞ്ഞില്ലേ? പിന്നെന്താ, ജഡ്ജ്മെന്റ് അറിഞ്ഞാൽ ഉടനെ കല്യാണം. സരസ്വതി എഴുന്നേക്കും. എന്തായത്? ഞാൻ പുണ്യം ചെയ്തവളാണ്. ഈ ദാസിക്ക് ജീവിതം തന്ന മഹാനായ അങ്ങയുടെ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായിരിക്കുന്നു. സരസ്വതി, എനിക്ക് ഒരിക്കലും ഇത്രയും വലിയൊരിടത്ത് വരാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എത്ര ജന്മമെടുത്താലും ഇതിനെനിക്ക് നന്ദി പറയാൻ കഴിയില്ല. സരസ്വതി, എന്താ കുട്ടികളെ പോലെ? അന്ന് എന്നെ കണ്ടപ്പോൾ അങ്ങയുടെ അമ്മയുടെ ആഗ്രഹത്തിനായിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ? എന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോഴങ്ങനെയല്ല. ആത്മാർത്ഥമായും എന്റെ സരസ്വതി ഈ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മതിയോ? ഇപ്പോഴെന്തായി? ഞാൻ വിചാരിച്ച പോലെ തന്നെ കല്യാണം കഴിഞ്ഞില്ലേ? അതും മാത്രമല്ലടി, എന്റെ കണക്കും ശരിയായി. നിങ്ങളുടെ എന്ത് കണക്കാ? ഊട്ടിയിലെ ബംഗ്ലാവ് നമുക്ക് കിട്ടണമെന്ന് അതും ശരിയായി. ഇങ്ങനെയുണ്ടോ ഒരു പണപ്പിശാച്? പോടി. ആ കുശാലായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പോയി നമ്മുടെ ലക്ഷ്മിയുടെ TC വാങ്ങിയിട്ട് ഉടനെ വരാം. വേഗം പോയിട്ട് വരണം. വേണ്ട സാമാനങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കാം. എല്ലാം എടുത്ത് പാക്ക് ചെയ്യണം. ഞങ്ങളങ്ങ് സരസുവിന്റെ അമ്മ എടുത്ത് പോയിട്ട് വരാം. സരസു, സരസു.
വരൂ വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? വരൂ മോനെ. ഇവനാ ഈ ബംഗ്ലാവിൽ വാച്ച്മാൻ. ഏറെ കാലമായിട്ട് ഇവിടെ തന്നെയാ. പേര് പരമേശ്വരൻ. പാവം ഊമയാ. എടാ നീ ഇങ്ങനെ നോക്കി നിൽക്കണ്ട, പെട്ടിയും സാമാനങ്ങൾ എടുത്തോണ്ട് വാ. വന്നാട്ടെ വന്നാട്ടെ. സമ്മന്തിയമ്മേ. എന്താ? നിങ്ങളാണോ സമ്മതി അമ്മ? അല്ല, ഞാൻ സമ്മതി. പിന്നെന്താ? നിക്ക്, നിങ്ങൾ ആരെ വിളിച്ചത്? എല്ലാരും കൂടെ. എന്നാ വിട്ടേ. വീട് ഇഷ്ടപ്പെട്ടോ? വീടാ ഇത്? കപ്പല് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് വീടെന്ന് പറയാ? അമ്മേ അമ്മേ, ഞാൻ മോളിൽ പോയി നോക്കിട്ട് വരാം. പോയി നോക്കിട്ടോ മോളെ. വരൂ ചേട്ടത്തി. ചെല്ലേ. സരസ്വതിയുടെ അച്ഛന് ഇതുപോലെ എത്ര ബംഗ്ലാവും എത്ര സ്വത്തുണ്ടായിരുന്നതാ. എല്ലാം കുതിരപ്പന്തയത്തിൽ നശിപ്പിച്ചു. ബാക്കി ഇതൊന്നേ ഉള്ളൂ. ആ, നശിപ്പിക്കാതിരുന്നെങ്കിൽ. നശിപ്പിക്കാതിരുന്നെങ്കിൽ നിങ്ങളുടെ സരസ്വതിയെ ഞങ്ങളുടെ മോന് കൊടുക്കുമായിരുന്നു. അയ്യോ, അവിടെ ഇങ്ങനെ പറയരുത്. കാശ് കൊണ്ട് ആരെയും അളന്നു നോക്കുന്നത് എനിക്കിഷ്ടമല്ല. മനുഷ്യനെ മനസ്സിലാക്കണം. ഇതൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ വെറുതെ തൊണ്ട കളയണ്ട. ദാ തട്ടി നോക്കുന്ന കണ്ടില്ലേ, ഓരോന്നിന്റെ വില നിശ്ചയിക്കുക. അപ്പൊ നിങ്ങൾ പോയി കുളിച്ചിട്ട് വരും. ടിഫിൻ റെഡി ആയിട്ടിരിക്കുക. ആ, ഞാൻ പറയാൻ മറന്നതാ, എനിക്ക് ഇന്ന് തന്നെ പോണം. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? സീത ഇവിടെ തനിച്ചല്ലേ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. ഗോമതി, ഈ വീടിന് പിന്നെ ഒരു 5 ലക്ഷം കാണുമോ? എന്താ വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഇപ്പൊ വിൽക്കുന്നില്ല. വന്ന് കയറുന്ന പണത്തെ പറ്റിയാ ചിന്ത. അവിടെ ഇരിക്കെ. സോഫ എങ്ങനെയുണ്ട്? ഓ, നന്നായിട്ടുണ്ട്. എന്താ ഇത്? ശരിക്ക് കിടക്കുന്നേ. ആൾതാമസമില്ലായിരുന്നാണ്. തുരുമ്പ് പിടിച്ച പൈപ്പ്. അതല്ല, അതുകൊണ്ടാണ് വെള്ളത്തിന്റെ കളർ ഇങ്ങനെയായത്. വെറുതെ ആളിനെ പേടിപ്പിച്ചു കളഞ്ഞത്. ഒന്നുമില്ല, നീ എളുപ്പം കുളിച്ച് റെഡിയാകും. വണ്ടിപ്പണ്.
വെൽക്കം ടു ഊട്ടി. പോടാ അവിടുന്ന്. അവന്റെ ഒരു വെൽക്കം. ആ സരസു, മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ ശരത്ചന്ദ്രൻ. നമസ്കാരം. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലാണ് ഞാൻ. അതെ മാഡം, ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമല്ല, ഇവിടുത്തെ എല്ലാമാണ്. ഇവളാണ് നീ ലാത്തി അടിക്കുന്നത്. സരസു, നീ പോയി കാപ്പി ഉണ്ടാ. ഇപ്പൊ കൊണ്ടുവരാം. സരസ് എന്താ മോളെ? അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഡോക്ടർ ശരത്ത് വന്നിട്ടുണ്ട്. ശരത് വന്നിട്ടുണ്ടോ? നല്ല പയ്യനാ. കല്യാണം അവനും ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ചവരാ. ഇരുവരും തമ്മിൽ പിരിയാറേയില്ല. അതാ കാപ്പി ഇരിക്കുന്നു, കൊണ്ടുപോയി കൊടുത്തു. ഹണിമൂൺ അവിടെ വെച്ചായിരുന്നോ അതോ ഊട്ടിയിലാണോ? എടാ, എന്നും ഹണിമൂണാ. കോഫി. കാഫി കുടിക്ക. പഞ്ചാര ഇട്ട. ബൈ ബൈ, രണ്ടുപേരും കൂടി എന്നാണ് എന്റെ വീട്ടിലേക്ക്? ആദ്യം നീ ഒരു പെണ്ണ് കെട്ട്, അതിനുശേഷം ഞങ്ങളെ വിരുന്നിന് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ചീഫ് ഡോക്ടർക്ക് ഫോൺ ചെയ്തിരുന്നു. ഓക്കെ ദെൻ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. മഞ്ഞിൻ പൂമഴയിൽ മലർമൂടും മണമൂലും ഈ താഴ്വരയിൽ അമൃതും കുളിരും കരളിൽ പേറി കൂടെ വരുന്നൊരു കൂട്ടുകാരി. മഞ്ഞിൻ പൂമഴയിൽ മലർമൂടും മണമൂലും ഈ താഴ്വരയിൽ അമൃതും കുളിരും കരളിൽ പേറി കൂടെ വരുന്നൊരു കൂട്ടുകാരി. മഞ്ഞിൻ പൂമഴയിൽ മലർമൂടും മണമോലും ഈ താഴ്വരയിൽ. കോലം ഉള്ളിലെഴുതും നിന്നെ കോരിയെടുക്കാനാവേശം. കോലം ഉള്ളിലെഴുതും നിന്നെ കോരിയെടുക്കാൻ ആവേശം. മന്മഥമന്ത്രമുണർത്തും നിന്നെ എൻ മാറോട് ചേർക്കാനാവേശം. മഞ്ഞിൻ പൂമഴയിൽ മലർമൂടും മണമോലും ഈ താഴ്വരയിൽ. നാണം കൊണ്ടു തൊടുക്കും നിന്റെ ചാരുതയണിയാൻ അഭിലാഷം. നാണം കൊണ്ടു തൊടുക്കും നിന്റെ ചാരുതയണിയാൻ അഭിലാഷം. ഇത്തിരി കുളിരിനു പകരം എന്നിലെ ചൂടൊന്നു പകരാൻ അഭിലാഷം. മഞ്ഞിൻ പൂമഴയിൽ മലർമൂടും മണമോലും ഈ താഴ്വരയിൽ.
ഹലോ ഡോക്ടർ. ഹലോ ഫെർണാണ്ടസ്, ഹൗ ആർ യു? ഓ ഫൈൻ. കണ്ടിട്ട് എത്ര നാളായി. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓ ഐ സി. ഇതാരി മീറ്റ് മൈ വൈഫ് സരസ്വതി. നമസ്കാരം. നമസ്കാരം. ബൈ ദ വേ മൈ വൈഫ് മേഴ്സി. നമസ്കാരം. ഞങ്ങളെയൊക്കെ മറന്നു കാണും അല്ലേ? ഒരിക്കലുമില്ല. പിന്നെന്താ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കാഞ്ഞത്? ക്ഷമിക്കണം, പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് പലരെയും ക്ഷണിക്കാൻ വിട്ടുപോയി. ഓ ഹണിമൂൺ വന്നാണല്ലേ? ഏയ് അതല്ല, ഞാൻ വീണ്ടും ബ്ലൂ ഹിൽസ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരിക്കുക. ഇവര് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നമുക്കൊരു കാര്യമായിട്ടും സൽക്കരിച്ചാൽ. ഓക്കെ. നീ തന്നെ ഇതൊക്കെ വരയ്ക്കണം. എനിക്ക് എപ്പോഴും വരച്ചു തരാൻ പറ്റുമോ? ചേട്ടത്തി ഒരു പ്രാവശ്യം കൂടി വരച്ചെന്നാ മതി. കൊള്ളാം. ആരോ നോക്ക്. ഹലോ, അതെ ചേട്ടനാ? ചേട്ടത്തി, ചേട്ടൻ വിളിക്കുന്നു. ഹലോ. ഹലോ സരസു, പിന്നെ ബെഡ്റൂമില് ബ്യൂറോയുടെ മുകളിലായിട്ട് ഞാനൊരു ഫയൽ വെച്ചിട്ടുണ്ട്. ഞാൻ വാർഡ് ബോയ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കൊടുത്തയച്ചേക്കെ. പിന്നെ നീ റെഡി ആയിട്ടിരിക്കെ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഡബിൾ എ പടം. പോകുന്നേ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇന്നെനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഏപ്പടം കണ്ടിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവേ? പോയത് തന്നെ. വന്നിട്ട് കണ്ടോളാം. നേരത്തെ വന്നേക്കണം കേട്ടോ. അയച്ച ആള് വന്നു. ഇതാ കൊണ്ടുപോകും. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ നീ പറയുന്നത്? അല്ല, സരസുവിന്റെ പ്രസവം അവരുടെ വീട്ടിലാണോ അതോ എല്ലാ ചെലവും നമ്മൾ തന്നെ വഹിക്കണോന്ന് ചോദിക്കായിരുന്നു. പ്രസവോ? പ്രസവവും ചെലവും ഒക്കെ അവിടെ തന്നെ. ഒന്നും പതുക്കെ പറയാൻ മനുഷ്യ. എടി പെണ്ണെ, നിന്റെ വരാൻ കൂടി ഒന്നും തീർന്നില്ലേ? അകത്ത് പോയിരുന്നു വായിക്ക്. അമ്മായി. എന്താ മോളെ? നിങ്ങളെ അമ്മായി അല്ല അമ്മാവൻ. പിന്നെന്താ? നീ എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ അമ്മായി. എന്താ മോളെ? അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു, ഇന്ന് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാമെന്ന്. പൊയ്ക്കോട്ടെ അമ്മായി. ശരി, പോയിട്ട് വാ മോളെ. അത് പിന്നെ പറ. ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണ്? ഇതെവിടുന്ന്? അദ്ദേഹത്തിന്റെ പഴയ പെട്ടിന്ന് കിട്ടിയതാ. ഇതാരാണ്? ആരോ? അതൊരു പെണ്ണ്. നമ്മുടെ കൂടെ പഠിച്ച പെണ്ണ. നമ്മുടെ കൂടെ പഠിച്ച പെണ്ണായി. നമ്മുടെ മോന്റെ കൂടെ പഠിച്ച പെണ്ണ. മാത്രമല്ല, നമ്മുടെ മോന്റെ കൂടെ അതെ, ഡ്രാമയിൽ അഭിനയിച്ച പെണ്ണ്. ഡ്രാമയിൽ അഭിനയിച്ച ആ പെണ്ണ്. ലക്ഷ്മി വിളിക്കുന്നു മോളെ. പോ മോളെ, പോ പോ പോ. അയ്യോ, നന്നായി ഇപ്പൊ ഞാനിവിടെ ഉണ്ടായത്. ഇല്ലെങ്കിൽ മണ്ടത്തരം എഴുന്നള്ളിച്ച് ആ പെണ്ണിനെയും കൊഴിച്ച് എന്നെയും കൊഴിച്ച് കുടുംബത്തെ ആളെ കൊഴിച്ച് കുട്ടിച്ചോറാക്കിയനെ. അത് വിധിയാ. വിധി മിണ്ടി പോകരുത്, കൊന്നു കഴിഞ്ഞു. സരസു, ഈ കാർ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ സിനിമയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ചീഫ് ഡോക്ടർ അങ്ങയുടെ ഫോറിൻ കാർ എടുത്തോളാൻ പറഞ്ഞു. ഡോക്ടർ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചതാ. നോക്ക്, നമുക്കും ഇതുപോലൊരു കാറ് വാങ്ങണം. എന്താ ഒരു മൂഡ് ഔട്ട്? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. എന്റെ അടുത്ത് നീ എന്തോ മറക്കുന്നു. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അങ്ങാണ് എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നത്. നിന്നിൽ നിന്നും? ഞാനോ? ഈ ഫോട്ടോ ആരുടെയാണ്? ഈ ഫോട്ടോ
ആരുടെയാണെന്ന് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? തെറ്റാണെങ്കിൽ പറയണ്ട. ഐ എം സോറി സരസു. ഇത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റായിപ്പോയി. ഈ ഫോട്ടോ നീ കണ്ടതിന് ശേഷം ഇനി ഈ രഹസ്യം നിന്നിൽ നിന്ന് ഒളിക്കുന്നില്ല. ഞാൻ ലണ്ടനിൽ പഠിച്ചിരുന്ന കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. അവളുടെ പേര് ലിസ. അനാഥയായ ഒരു പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. സ്വന്തം ബന്ധമെന്ന് പറയാൻ അവൾക്കാരും തന്നെയില്ല. അവിചാരിതമായിട്ടാണെങ്കിലും നിത്യസന്ദർശനത്തിൽ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലടുത്തു. അതൊരു പുതിയ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു. പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നായി. അവൾക്കെല്ലാം എല്ലാം ഞാനായി മാറി. എനിക്കവളും. Thank you, Kalyan. Oh, it's simply marvelous. How Thank sweet you. of you, darling. ഇതൊന്ന് കഴുത്തിലിട്ടേരോ? Okay. Oh, thank you very much. Lisa, I really love you. ലിസ, എന്ത് പറ്റി? എനിക്ക് പേടിയാവുന്നു. എന്തിന്? എന്റെ ജാതി. ജാതിയും മതവും ഒന്നുമില്ല. നോക്ക്, നിനക്കെന്നെ വിശ്വാസമില്ലേ? പേടിക്കണ്ട. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. കല്യാൺ, ഞാനൊരു അനാഥയാണ്. നിങ്ങളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കും. ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. Come. I want to celebrate your birthday. Okay? Okay. Oh, my love, like the red, red rose that's newly sprung in June. Oh, my love, like the melody that sweetly plays in tune.
വിനതമായി എന്റെ പ്രേമമൊരു ചുവന്ന പൂ പോലെ ജൂണിൽ അല്ലിതളണിഞ്ഞ പൂ പോലെ വർണ്ണങ്ങൾ കൊണ്ടുള്ള സമ്മാനമേ പൊൻപീലി പാകുന്ന സങ്കൽപ്പമേ ആരാലും മീട്ടാത്ത സംഗീതമേ വരൂ വരൂ ആരോമലേ Oh, my love's like a red, red rose that's nearly sprung in June. Oh, my love's like the melody that sweetly played in June. താളം പകർത്തുന്ന കാരുണ്യമേ മോഹം വിടർത്തുന്ന ലാവണ്യമേ രോമാഞ്ചമായി മാറും ശാലീനതേ തരൂ തരൂ നിന്റെ മാധുരി എന്റെ പ്രേമമൊരു ചുവന്ന പൂ പോലെ ജൂണിൽ അല്ലിളണിഞ്ഞ പൂ പോലെ ശ്രുതിയിഴകളിലൂറും മധുമധുമയമേതോ നിനദമായി എന്റെ പ്രേമമൊരു ചുവന്ന പൂ പോലെ ജൂണിൽ അല്ലിതളണിഞ്ഞ പൂ പോലെ ബൈ ദ ബൈ, നീ ഊട്ടിയിലേക്ക് വരുമ്പോ ഡോക്ടർ ശരചന്ദ്രനെ പരിചയപ്പെടണം. എന്റെ ക്ലോസ് ഫ്രണ്ടാ. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നമ്മുടെ മാരേജ് ഇവിടെ വെച്ചോ അതോ നാട്ടിലോ? നിന്റെ ഇഷ്ടം പോലെ. അതിന് ഞാനിനി എത്ര കാലം കാത്തിരിക്കും? ഒരായുസ് മുഴുവൻ. എന്താ, കാത്തിരിക്കില്ലേ? തീർച്ചയായും ഞാൻ കാത്തിരിക്കും. ഓക്കേ, അത് മതി. അവിചാരിതമായി എനിക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. അവളെ പിരിഞ്ഞു പോരുന്നതിൽ എനിക്ക് വളരെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാം? അന്നാണ് ഞാൻ അവസാനമായി ലിസയെ കണ്ടത്. ബിരുദവും എടുത്ത് എന്റെ അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ അവളെ കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ മടങ്ങിപ്പോന്നത്. ലിസ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരാ കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്നാൽ എനിക്ക് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ അവൾക്ക് എഴുതിയ എല്ലാ കത്തുകളും തിരിച്ചു വന്നെന്ന് മാത്രമല്ല, അവളെക്കുറിച്ചുള്ള യാതൊരു വിവരവും പിന്നെയില്ല. ആ വേദനയിലാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ചത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്. എന്നോട് ക്ഷമിക്കണം. അല്ല സരസു, നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. ഇത് ആരംഭത്തിൽ തന്നെ പറയണമെന്ന് കരുതിയതാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ച് അത് നമ്മുടെ ജീവിതത്തെ ബാധിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാണ് പറയാതിരുന്നത്. തന്നെയല്ല, എന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയു ആ നിമിഷം ഞാൻ അവളെ മറന്നു. എന്നെ വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്മി, മണി 11 നിനക്ക് ഉറങ്ങാറായില്ലേ? ഈ സ്കെച്ച് ഇനിയും വരച്ചു തീർന്നില്ല ചേട്ടത്തി.
ഞാൻ മരിച്ചു തരാം, പൊയ്ക്കോ. ഇത് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ. ഞാൻ മരിച്ചു തരാന്ന് പറഞ്ഞില്ലേ, നീ പോയി കിടന്നു. നല്ല ചേട്ടത്തി. നീ എന്താ ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നത്? കിടക്കുന്നു. സരസു, 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 മോളെ, സരസു, മോൾ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്. അവൾ ചെയ്യുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? സരസു എന്തിനാ മരച്ചോട്ടി പോയി കിടന്നത്? ഡെയിലി ബെഡിലല്ലേ കിടക്കുന്നത്, ഒരു ചേഞ്ചിന് മരച്ചോട്ടി പോയി കിടന്നു, അത്രേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാം. ആ, മോൻ വന്നെന്ന് തോന്നുന്നു.
നമ്മളെയൊക്കെ വീട്ടിലാക്കി സിനിമയ്ക്ക് പോകുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഗോമതി, ഒരു പക്ഷേ അവര് പോയത് ഏപ്പടത്തിനായിരിക്കോ? ഏത് പടം? ഏപ്പടം. വയസ്സുകാലത്ത് ഇനി ആ പൂതി മാറിയില്ല. അതല്ലടി, വല്ല പേപ്പടമായിരിക്കുമോന്ന്. പത്രാസ് ഒന്നും പറയണ്ട. എനിക്ക് തോന്നുന്നതേ സരസ് നിറക്കത്തിൽ എണീറ്റ് നടക്കുന്ന എന്തോ അസുഖം ഉണ്ടെന്നാ. അമ്മേ, കോഫി. വാ മോനെ. സരസയുടെ ഉറങ്ങി കിടക്കുക, ചെറിയ ഫീവർ ഉണ്ട്. ഇന്നലെ പുറത്തു പോയിട്ട് വരുമ്പോ ഒന്നുമില്ലായിരുന്നു. ഗർഭിണിയായ അവളെ നീ ഇങ്ങനെ നേരം കെട്ട നേരത്ത് പുറത്ത് കൂട്ടിയിട്ട് പോയി ചുറ്റിക്കറങ്ങുന്ന അത്ര നല്ലതല്ല. അത്ര വലിയ സീരിയസ് ഒന്നുമില്ല അമ്മേ. അതല്ലടാ, ഇന്നലെ രാത്രി കാറ്റ് കഥവെല്ലാം പടപടാന്നടിച്ചു. കഥ അടയ്ക്കാമെന്ന് വെച്ച് പോയി നോക്കും. സരസു, സരസു, സരസു. മോനെ, നീ ഇവള് വേറെ ആശുപത്രി കൊണ്ടോ മോനെ. വേറാട്ടെ മോനെ, പിടിക്കും മോനെ, വേറെ ആട്ടെ. കല്യാൺ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ സരസിന് ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അവൾ ഉണർന്നോടാ? ഇല്ലമ്മേ. പിന്നെ എന്താ മോനെ പറ. അവൾക്ക് അബോഷനായമ്മേ. കഴിഞ്ഞ തോർത്ത് എന്തിനാ വിഷമിക്കുന്നത്? അവൾ റെസ്റ്റ് എടുത്താൽ ശരിയാവും. ഭയപ്പെടാനില്ലെന്ന് അച്ഛനോട് പറഞ്ഞേക്കും. ശരി മോനെ, നിനക്കുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ വേഗം വന്നേക്കാം. ഒന്നും വേണ്ടമേ, അവിടെ ലക്ഷ്മി തനിച്ചല്ലേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ആ, ഡോക്ടർ കല്യാൺ. യെസ് ഡോക്ടർ. ഫീവർ കുറയുന്നില്ല. ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യണം. ഡോണ്ട് വറി, ഷി വിൽ ബി ഓൾ റൈറ്റ്. ഇവനിപ്പോ എന്താ അറിയേണ്ടത്? സരസുവിനെ പറ്റിയാണോ? ഭേദമുണ്ട്, ഭേദമുണ്ട്, ഭേദമുണ്ട്. നീ എന്തിനാണ് ആ പൊട്ട കരയുന്നത്? 6 മാസമായിട്ടില്ല, 2 മാസം 2 അടുത്തുപോയി. ഓ, 6 ദിവസോ? 6 ദിവസമായിട്ട് സരസ് വീട്ടിലിരുന്നു. നീ വിഷമിക്കാതെ, 2-3 ദിവസത്തെ അവള് വരും. ഇവനോട് പറഞ്ഞേ നമ്മുടെ നാക്ക് തളർന്നു പോകുന്ന തോന്നുന്നത്. മതി, മതി. നീ പോയി കാപ്പി എടുത്തോണ്ട് വാ. ശരത്, സരസുവിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഫീവർ ഇനിയും വിടുന്നില്ല. അതിനുള്ള മരുന്നുകൾ പ്രത്യേകം കൊടുത്തിട്ടും ഫീവർ കുറയുന്നില്ലല്ലോ. ഡോണ്ട് വറി, നിന്റെ മിസ്സസിന്റെ കേസ് അത്രയ്ക്ക് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടായത് എന്നെ ഭയപ്പെടുത്തുന്നു. നീ സമാധാനപ്പെടും. ഞാൻ പോയി ആ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്ന് നോക്കട്ടെ. വേണ്ടി വന്നാൽ നമുക്ക് വെല്ലൂർക്ക് മെസ്സേജ് കൊടുക്കാം. ധൈര്യമായിരിക്കൂ. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീവർ വിട്ടിട്ടില്ല. ഇവരുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ എവിടെ? ചീഫ് ഡോക്ടർ കയ്യിലാ. അതെടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കും. യെസ് ഡോക്ടർ.
വിഷമിക്കാതിരിക്കും. സർ, ചീഫ് ഡോക്ടർ വിളിക്കുന്നു. ഇപ്പൊ വരാം. ഏതായാലും ഈ കേസിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഡോക്ടർ കല്യാണിനെയും വൈഫിനെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടി വന്നേക്കും. ഡോക്ടർ കല്യാൺ, വൈഫിന് ഇപ്പൊ എങ്ങനെയുണ്ട്? നോർമൽ ആയിട്ടില്ല. പോലീസിന് മിസ്സിസിനോട് പലതും അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ശരി ഡോക്ടർ, പക്ഷേ അവളെ ഞാൻ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ്. വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളാം. താങ്ക് യു ഇൻസ്പെക്ടർ. എന്നാ വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. ശരി ഡോക്ടർ. ലക്ഷ്മി, ചേട്ടത്തി വിളിച്ചോണ്ട് പോ. വരൂ ചേട്ടത്തി. മോനെ, ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതിയാവും. മരുന്നുകൾ മുടങ്ങാതെ കൊടുക്കണം. നേരെ ജോലി പറയടാ ഉള്ള കാര്യം. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞില്ലേ? സരസുവിനെ കുറച്ച് ദിവസം അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ പ്രശ്നം തീർന്നില്ലേ?
നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? അതോടെ തന്നെ താമസിച്ചാൽ മതി. ശല്യമായി. കോമതി, അവൻ വിവരക്കേടല്ലേ പറഞ്ഞിട്ട് പോണത്? എന്നിട്ട് നീ നോക്കിക്ക. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ അത് വേണ്ട. അവൻ ഡോക്ടറാ മനുഷ്യ. ഭാര്യയുടെ അടുത്ത് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അവനോടാരും പറയണ്ട. ഏതായാലും ഇതുപോലെ ആവില്ല. ആ നിങ്ങളെ പറ്റി എനിക്കറിയില്ലേ? എന്താ? ഇപ്പൊ പറയും ഞാൻ. ആ ചേട്ടത്തി, ഇപ്പഴും അസുഖം ഭേദമുണ്ടല്ലേ? ചേട്ടത്തി ഇല്ലാതെ എനിക്ക് മഹാബോറായിരുന്നു. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചല്ലേ? അങ്ങനെയൊന്നുമില്ല. പാവം, ചേട്ടത്തി ഇല്ലാതെ ചേട്ടന് വല്ലാതെ വിഷമിച്ചു പോയി. ശരി ശരി, ചേട്ടത്തി റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പിന്നെ വരാം. കഷ്ടമായിപ്പോയി. ശരത്തിന് ഏതെങ്കിലും ശത്രുക്കളായി തനിക്കറിയാമോ? എന്റെ അറിവിലില്ല. അവൻ അങ്ങനത്തെ ഒരാളുമല്ല. പോലീസിന്റെ നിഗമനം എന്താണ്? കൊലപാതകമായിരിക്കുമോ എന്നാണ് സംശയം. പേപ്പർ ന്യൂസ് കണ്ടാൽ ആത്മഹത്യയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിനാകെ ഒരു സുഖവുമില്ല. എന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക ഒരു രാത്രിയാണ് അവന്റെ മരണം നടന്നത്. ഓഹോ. അന്ന് അറ്റൻഡ് ചെയ്ത നേഴ്സിനോടും മറ്റും അന്വേഷിച്ചതിൽ അവസാനമായി കണ്ടത് എന്റെ ഭാര്യയുടെ മുറിയിൽ വെച്ചാണെന്നാണ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താൻ എവിടെയായിരുന്നു? ഞാൻ റെസ്റ്റ് റൂമിൽ പോയി അല്പനേരം കിടക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ വിവരം അറിയുന്നത്. എന്ത് ചെയ്യാൻ? ഭീതിയെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആട്ടെ, ഭാര്യയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. സരസു, മോൾ എങ്ങോട്ട്? കോമതി, കോമതി! എന്തേ? സരസു എവിടേക്കെങ്കിലും പോണോന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ? എവിടേക്കാ പോണേന്ന് ചോദിച്ചപ്പോ വെട്ടുപോത്തിനെ പോലെ നോക്കിയിട്ട് ഒറ്റ പോക്ക്. നേരം പോവാത്തോണ്ടേ ബോറടിക്കുന്നുണ്ടാവും. പുറത്തെവിടെയെങ്കിലും നടക്കാൻ പോയതാവും. എടി, ഒരു വലിയ മനുഷ്യൻ ഇവിടെ അമ്മിക്കല്ല് മാതിരി കുത്തിരിക്കുന്നില്ലേ? ഒന്ന് ചോദിച്ചിട്ട് പോയിക്കൂടെ? നിങ്ങളോട് ചോദിച്ചിട്ട് പോണെന്ന് എത്ര നിർബന്ധം? രാവിലെ മോനോട് ചോദിച്ചിട്ടുണ്ടാവും. വന്ന് വന്ന് എനിക്കിവിടെ മതിപ്പില്ലാണ്ടായി. എല്ലാം നശിച്ചു. അവൾക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. പാവം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അബോർഷൻ ആയതിനു ശേഷം അവൾക്ക് മനസ്സും ശരിയല്ലെന്ന് തോന്നുന്നു. നീ അവളെ സപ്പോർട്ട് ചെയ്യ? എന്തുകൊണ്ട് ചെയ്യില്ല? അമ്പലത്തിൽ വെച്ച് കണ്ടു, അടക്കം ഒതുക്കമുള്ളവള്, സുന്ദരിയാണവള്, ആനാ ചേനാന്നൊക്കെ പറഞ്ഞ് മരുമകളായി കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. മതി, നിർത്തു. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ എല്ലാം കുട്ടിച്ചോറായ പോലെയല്ലേ കിടന്ന് തുള്ളുന്നത്. കല്യാൺ, എന്താ അമ്മേ? നിന്റെ ഭാര്യയ്ക്ക് നീ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് തോന്നുന്നു. മനസ്സിലായില്ല. ആരംഭത്തിൽ അടക്കോ ഒതുക്കോ ആയിരുന്നവൾ ഇപ്പൊ ആരെയും മതിക്കുന്നില്ലടാ. മതിക്കുന്നില്ല? അതേ മോനെ, അവിടെ പാട്ടിന് ചോദിക്കാതെയും പറയാതെയും പുറത്തു പോകുന്നതും വരുന്നതും ഒട്ടും നല്ലതല്ല. പുറത്തു പോകാൻ അവള് നിന്നോട് അനുവാദം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. കേട്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാം അവളുടെ തോന്നിവാസമാണെന്ന്. ഒന്ന് മനസ്സിലാകുന്ന വ്യക്തി പറയുന്നു. ഇവിടെ നിന്റെ അച്ഛനില്ലേ? എങ്ങോട്ടാ പോകുന്നെന്ന് പറയാതെ പുറത്തു പോയി നേരം തെറ്റി വന്നാൽ എന്താ മോനെ അർത്ഥം? എന്തെങ്കിലും ചോദിച്ചാൽ ഒരു വല്ലാത്ത നോട്ടാ. ഇപ്പോഴേ ഭാര്യ എടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നീട് ഇറക്കാൻ വളരെ കഷ്ടപ്പെടും. ഇതുപോലായാൽ നാളെ നിന്റെ മാനവും മര്യാദയും കാറ്റിൽ പറക്കും. അവളെ അങ്ങ് അടക്കി നിർത്ത. ഞാനിവിടെ അടക്കി നിർത്താൻ പറഞ്ഞു എന്നല്ലാതെ അടിക്കാൻ പറഞ്ഞില്ല. ഈ പെരുമാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും തന്നെ പറയുമായിരുന്നില്ല. ഞാൻ പെണ്ണുങ്ങളെ അടിക്കുന്നവൻ മനുഷ്യനല്ലടാ.
സരസു, എന്താ മോളെ ഉണ്ടായത്? എന്താ ഇങ്ങനെയെല്ലാം നടക്കുന്നത്? വാ മോളെ, വാ വല്ലതും കഴിക്കാം. നീ വട. എന്നോട് ക്ഷമിക്കൂ. അതുപോട്ടെ, എന്താ നീ? ഒന്നും പറയാതെ ഞാൻ വെളിയിൽ പോയത് എന്റെ തെറ്റാണ്. അല്ല, എന്താ നിന്റെ ഈ വേഷം? അത് ഞാനിപ്പോ മുമ്പലത്തേക്കാൾ സുന്ദരിയായിരിക്കല്ലേ. വരൂ, വന്ന് വല്ലതും കഴിക്കൂ. എനിക്ക് വേണ്ട, വിശപ്പില്ല. എന്നാ എനിക്കും വേണ്ട. അമ്മ എവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. വിട്ടിട്ട് പോകാനല്ല ഞാനിവിടെ വന്നത്. നോക്കൂ, എന്നോടുള്ള ദേഷ്യം കൊണ്ട് വിശപ്പില്ലെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കഴിക്കൂ. എന്താ ഇത്? നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ, ഞാൻ വാങ്ങിയതാ. ഗോമതി, സരസ്വതിക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പൂജയും പ്രാർത്ഥനയായി കഴിഞ്ഞിരുന്നവൾ ക്രാപ്പും വെട്ടി ഗൗണും അണിഞ്ഞ് ഇംഗ്ലീഷ് ഡാൻസ് ആടാൻ ആരംഭിച്ചിരിക്കല്ലേ. ഇനി അവൾക്ക് വല്ല കീർക്ക് പിടിച്ചിട്ടുണ്ടാവോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ വായ നല്ല വർത്താനം വരില്ലല്ലേ. എന്താ മേലെ പോവേ, മേലെ പോവേ.
ഞങ്ങളെ വിട്ടിട്ട് പോയാൽ ഇവിടെ ആരാടാ ഉള്ളത്? എന്താ ഇപ്പൊ പോണം തോന്നാൻ? പേടിയാ? ഇവിടെ താമസിക്കാൻ പേടിയാ? ഓ, വരാന്തയിൽ കിടക്കാൻ പേടിയാണെങ്കിൽ മേലെ പോയി കിടന്നോ. വേറെ ചരടാ? എന്ത് സരസ്വതിക്ക് പേ പിടിച്ചിരിക്കുകയാണോ? വല്ലതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാടാ. പേ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്ത് വേണമെന്നാ? ഓഹോ, നിനക്കറിയാവുന്ന മന്ത്രവാദിയെ കൊണ്ട് മാറ്റിത്തരാമെന്ന്. കല്യാൺ, ഇങ്ങ് വന്നേ മോനെ. എന്താമ്മേ? അല്ല, സരസ്വതിക്ക് വല്ല ബാധോപദ്രവം ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം. ബാധയോ? ഇക്കാലത്തോ? ആരെങ്കിലും വിശ്വസിക്കോ അമ്മേ? അല്ലടാ, അവളുടെ പ്രവൃത്തിയൊക്കെ കണ്ട എനിക്ക് അത് തന്നെ തോന്നുന്നു. ഒരു പൂജയും ഹോമം നടത്തിയാൽ എന്താ? എനിക്കില്ലൊന്നും വിശ്വാസമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ആ, അവന് വേണ്ടെങ്കി വേണ്ട, നമുക്ക് നടത്തിക്കളെ. നീ പോയി മന്ത്രവാദി കൂട്ടിക്കൊണ്ടുവാ. വേഗം ചെല്ല് ചെല്ല്.
പരമേശ്വര, ഇത് ഭദ്രമായി പുഴയിൽ കൊണ്ടുപോയി ഒഴുക്ക്. പരമേശ്വര, കൊട ഉടയാതെ സൂക്ഷിക്കൂ.
ഡോക്ടർ കല്യാണിന്റെ എൻക്വയറി കഴിഞ്ഞു? യെസ് സാർ. വിധി എന്തെല്ലാം ദുരന്തങ്ങളാ വരുത്തി വെക്കുന്നത്. പാവം ആ പരമേശ്വരൻ. അവൻ മരിച്ചുപോയി. എടാ മോനെ, അവൻ എങ്ങനെയാ മരിച്ചെന്ന് വല്ല വിവരമുണ്ട്? ഒരു മരം ഒടിഞ്ഞു വീണ് മരിച്ചെന്നാ കേട്ടത്. എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അതും പോരാ, ഈ കേസ് തെളിയുന്നവരെയും നമ്മൾ എല്ലാവരും എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ ചെല്ലണം അത്രേ. എന്ത് പറയാൻ? അവൻ അപ്പോഴേ കൊട്ടയം വട്ടിയായിട്ട് പോകാൻ ഒരുങ്ങിയതാ. മിണ്ടാതെ അവനെ അയച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. നമുക്കിങ്ങനെ വേദനിക്കേണ്ടിയും വരില്ലായിരുന്നു. എത്ര വർഷമായിട്ട് ഈ ബംഗ്ലാവിന് കാവലെന്നതാ. വളരെ നല്ലവൻ. നല്ലവർക്ക് ദൈവം ഏറെക്കാലം ആയുസ് കൊടുക്കാറില്ലല്ലോ. എന്ത് ചെയ്യാനാ? ഹലോ ഡോക്ടർ, എന്താ ഈ വഴിയൊന്നും കാണാത്തത്? ഞാൻ എവിടെയും പോകാറില്ല. ഭാര്യയുടെ അസുഖത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോലും ശരിക്കും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അസുഖം മാറി എന്നല്ലേ അന്ന് പറഞ്ഞത്? മാറി, പക്ഷേ ആട്ടെ എന്താ വിളിച്ചത്? നമ്മുടെ ക്ലബിൽ ഒരു ചെറിയ പാർട്ടി ഉണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഞാൻ വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ളൂ. ഏതായാലും ഡോക്ടറും ഭാര്യയും തീർച്ചയായിട്ടും വരണം. സോറി ഫെർണാണ്ടസ്, ഒരു പാർട്ടിയിലും പങ്കുകൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഓ, ഫോണിൽ കൂടിയുള്ള ക്ഷണം പോരെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് വിളിക്കാം. തുഷാരമൊരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ പറന്നിറങ്ങും കിളിയോ നീ ഒഴുകി വരും സുരനദിയോ തുഷാരമൊരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ അനന്തനീലിമ പൊതിയും വാനം നമുക്കൊരുക്കിയ കൂടാരം അനന്തനീലിമ പൊതിയും വാനം നമുക്കൊരുക്കിയ കൂടാരം ഇവിടെ പണ്ടും താമരയിലയിൽ ഇവിടെ പണ്ടും താമരയിലയിൽ പ്രേമലേഖനം വിരിഞ്ഞു നീയും ഞാനും നീയും ഞാനും ഇന്നതിനർത്ഥമറിഞ്ഞു തുഷാരമൊരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ നിതാന്ത കാന്തികൾ തഴുകും തീരം നമുക്കൊരുക്കിയ സങ്കേതം നിതാന്ത കാന്തികൾ തഴുകും തീരം നമുക്കൊരുക്കിയ സങ്കേതം ഇവിടെ പണ്ടും പാവനമാകും ഇവിടെ പണ്ടും പാവനമാകും ഗാന്ധർവങ്ങൾ നടന്നു
ഇന്നാ ബന്ധമറിഞ്ഞു തുഷാരമുരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ പറന്നിറങ്ങും കിളിയോ നീ ഒഴുകി വരും സുരനദിയോ തുഷാരമുരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ തുഷാരമുരുകും താഴ്വരയിൽ പ്രസൂനമുതിരും മേഖലയിൽ. പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചു. നിന്നോട് ആരാ പാർട്ടിക്ക് പോകാൻ പറഞ്ഞത്? പറയടി. എന്താ മോനെ ഇത്? വിട് മോനെ. എടാ വിട്. നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ അവിടെ നടന്നത്? ഇനി എന്താ നടക്കേണ്ടത്? എന്താ വേണ്ടതെന്ന് ഞാൻ അറിയാതെ ഒരു പാർട്ടിക്ക് പോയി. എന്റെ മുമ്പിൽ വെച്ച് കുടിച്ചിട്ട് ആട്ടവും പാട്ടും എന്റെ അഭിമാനം പോയില്ലേ? നിന്നെ ഞാൻ സരസ്വതി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താ ഇത്? അവൾക്ക് മുഴുത്ത ഭ്രാന്താണച്ചാ. നീയുള്ള അമ്മയെ അമ്മാവനെ ഉടനെ വരുത്തി ഇതിന് തീരുമാനം ഉണ്ടാക്കുക. ഇതിന് നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. യൂസ്ലെസ്. കല്യാൺ, എല്ലാത്തിനും കാരണം ഞാനാ മോനെ. അമ്മ പറഞ്ഞു വരുന്നത് വിവാഹം വേണ്ടെന്ന് വെച്ച് നിന്നോട് ഞാനല്ലേ നിർബന്ധിച്ച് ഈ പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത്. ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച എന്റെ ജീവിതം ഞാൻ പാഴാക്കിയില്ല മോനെ. അമ്മേ, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ക്ഷമിച്ചൊന്ന് പറ മോനെ. അമ്മ കരയരുത്, കരയരുതമ്മേ. ഡോക്ടർ സാറേ, ഹലോ കല്യാൺ. എന്താ ഒരു ഗൗരവം? പാർട്ടിക്ക് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. താൻ വലിയ ലണ്ടൻ റിട്ടേണൊക്കെ അല്ലേ, എന്നിട്ടും അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വർഗം. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും സരസ്വതിയുടെ എന്ത് ചോദിച്ചാലും മിണ്ടാൻ ഭാവം തന്നെയില്ല. ഞങ്ങളാ കഴിയുന്നതൊക്കെ പരീക്ഷിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരാ പ്രതീക്ഷിച്ചത്? ഇപ്പൊ സരസ് എവിടെയാ ഉള്ളത്? മോളിലുണ്ട്. സീതേ, 10 മാസം ചുമന്ന് പെറ്റതല്ലേ, ഉപേക്ഷിക്കാൻ പറ്റൂ? നീ പോയി അവളെ ഉപദേശിച്ചു നോക്ക്. അതിനുശേഷം അവരവരുടെ തലവിധി പോലെ നടക്കട്ടെ. സരസു, നീ സന്തോഷമായി ജീവിക്കുന്നെന്നാണ് കരുതിയത്. എന്താ മോളെ ഇത്?
ഇങ്ങനെയുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമാണ്. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? എന്റെ ഉള്ളു ഉരുകാണ്. പറയുമോളെ, ഭർത്താവ് നിന്നോട് സ്നേഹക്കുറവ് കാണിക്കുന്നുണ്ടോ? അതോ കോമതിയമ്മ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ മോളിങ്ങനെ ചെയ്യുന്നത്? എന്താ മോളിങ്ങനെ നോക്കുന്നത്? എന്റെ പൊന്നുമോളെ, മോളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് മുഖ്യം. നീ സമാധാനമായി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയും ഞങ്ങളുടെ കാലം കഴിച്ചോളാം. മോളെ, വന്ന വീട്ടിലാവണം വളർന്ന വീടിന്റെ മഹത്വം വിളങ്ങേണ്ടതെന്ന വിശ്വാസത്തിലാ ഇപ്പോഴും ഞാൻ. സരസു, ഈ വയസ്സുകാലത്ത് എനിക്ക് സമാധാനമായി കണ്ണുമൂടണമെങ്കിൽ നീ അല്ലലില്ലാതിരിക്കണം മോളെ. പറയൂ മോളെ, പറയൂ, പറയടി. എന്താടി എന്ത് ചോദിച്ചാലും മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ഞങ്ങളെ അവമാനിക്കാനായിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? പറയാനാ പറഞ്ഞത്, നിന്നോടാ പറയാൻ പറഞ്ഞത്. ഇവിടെ നടന്നതെല്ലാം നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ സരസുവിന്റെ പ്രവൃത്തിയില് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു മോനെ. തെറ്റിദ്ധരിക്കരുത്. കല്യാണത്തിന് മുമ്പ് സരസുവിന് ഇതുപോലെ എന്തെങ്കിലും? സത്യമായിട്ടും ഇല്ല. അവൾക്ക് വലിയ പേടിയാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്കായി ഈശ്വരനോട് പ്രാർത്ഥിക്കലും വ്രതമെടുക്കലും പതിവായി അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെയുള്ളവൾക്ക് ഇങ്ങനെ ഒരു ഗതിയും. മനസ്സിലെ വേദന മാറുന്നില്ല മോനെ. അവളുടെ അച്ഛന്റെ വകയായിട്ടുള്ള ഈ ബംഗ്ലാവിൽ ഒരു നല്ല ഭർത്താവൊത്ത് ആനന്ദമായി കഴിയുന്നല്ലോ എന്നോർത്ത് ആഹ്ലാദിച്ചു. അതെല്ലാം ഒരു ദുസ്വപ്നമായി മാറി. പ്രയാസപ്പെടണ്ട. അവൾ ഈ നിലയ്ക്കാകാൻ കാരണം എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങൾ വ്യസനിച്ചിരിക്കുന്നത്. ആട്ടെ, ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ശരിയായ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. അതിന് ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. ശരി മോനെ. പിള്ളേരെ പോലെ തുള്ളിച്ചാടി നടന്ന പെണ്ണ് വികൃതി കാട്ടി കുത്തിയിരുന്നാൽ അത് വിധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എന്തോ എനിക്കൊരു വിശ്വാസമുണ്ട്. ഈശ്വരൻ അവൾക്കൊരു നല്ല വഴി കാട്ടാതിരിക്കില്ല മോനെ. മിസ്റ്റർ കല്യാൺ, യെസ്, മിസ്സസിനോട് അപ്പുറത്തിരിക്കാൻ പറയും. എനിക്ക് നിങ്ങളോട് അല്പം തനിയെ സംസാരിക്കാനുണ്ട്. ഓക്കെ. സരസു, നീ 5 മിനിറ്റ് കൂടി ഇരിക്കും. ഞാൻ ഡോക്ടറെ കണ്ടിട്ടുടനെ വന്നേക്കാം. ഇരിക്കും. ചെക്കപ്പ് ചെയ്ത് നോക്കിയതിൽ നിങ്ങളുടെ മിസ്സസിന് യാതൊരു അസുഖവും ഞാൻ കാണുന്നില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ മാനസികമായി അവൾ ആകെ തളർന്നിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം. ഡോക്ടർ, ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കിൽ സംഭവിക്കാമെന്ന അകൽച്ചയോ മറ്റോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. അവളുടെ പെരുമാറ്റത്തിലാണ് ആകെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഷീ ഈസ് ടോട്ടലി ചേഞ്ച്ഡ്. ഓഹോ, അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ മറ്റോ ഉണ്ടായിരുന്നു? പറയത്തക്ക നിലയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. പിന്നെ എന്തെങ്കിലും രഹസ്യങ്ങൾ അവളിൽ നിന്ന്? എന്റെ പഴയ ഒരു ലവ് അഫെയറിന്റെ കാര്യം ഞാൻ മറച്ചു വെച്ചിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഒരു സന്ദർഭത്തിൽ അതും അവളെ അറിയിച്ചു. ഐ സി. ഒരു പക്ഷെ അവരുടെ ഈ മാറ്റത്തിന് ഇതുകൂടി ഒരു കാരണമാകാം. ഏതായാലും അവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അന്വേഷിച്ചറിയാനുണ്ട്. അവരെ ഒന്ന് വിളിക്കൂ. എല്ലാം തുറഞ്ഞു. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി എന്റെ മുഴുവൻ പണവും പോയി. അവള് വീട്ടിൽ കയറി വന്നു, അവന്റെ ജീവിതവും പോയി. ഒന്നും മിണ്ടാതിരിക്കും, മോൻ വരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അവൾക്കൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാം നോർമലായിട്ടിരിക്കുന്നു. നോർമലാ? എന്ത് നോർമല്? ഇപ്പോഴാ അവള് വീട്ടിൽ കയറി വന്നത്. വന്ന ഉടനെ പുറത്തേക്ക് പോയി. അവളുടെ ഇഷ്ടത്തിന് പോക്കും വരവും. ഇവിടെ എല്ലാം തുറഞ്ഞു. എവിടെ പോയി ആർക്കറിയാം? അല്ല, ഇപ്പോഴെങ്കിലും പുന്നാര മോളെ പറ്റി മനസ്സിലായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാൽ അവൾ ഒരിക്കലും ഈ വീട്ടിന്റെ പടി ചവിട്ടിക്കൂടാ. പിന്നെ ആരെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാനിവിടെ ഉണ്ടാവില്ല. പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാനായിട്ട് കള്ളം കഴിച്ചതല്ല, നിങ്ങളായിട്ട് എന്റെ തലയിൽ കെട്ടിവെച്ചതാ. ഇപ്പൊ അനുഭവിക്കും.
സരസ്വതി കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്തിന്? പാർട്ടി കഴിഞ്ഞ ശേഷം ഡോക്ടർ കല്യാണം കണ്ടിരുന്നു. എന്നിട്ട്? പുള്ളിക്കാരൻ വലിയ ഗൗരവത്തിലാണ്. Forget it. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. വേറെ എന്ത് പറയാം? ഇനി എനിക്ക് സരസ്വതി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം? ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. അതിന് ഞാനിവിടെ വന്നാ പോരെ? ഇങ്ങനെ എന്നും കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. നോക്ക്, എന്റെ ഭാര്യ ഉണ്ടല്ലോ മേഴ്സി, അവളൊരു മഹാബോറ, ഒരു വകതിരിവില്ലാത്ത സാധനം. ഒരു പാർട്ടിക്ക് വിളിച്ചാൽ വരില്ല, ഒരു പ്രോഗ്രാമിന് വരില്ല. സത്യത്തിൽ സരസ്വതി ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ പാർട്ടി അറേഞ്ച് ചെയ്തത്. ഒന്നുമില്ലെങ്കിലും ഒന്നിച്ചു കൂടാമല്ലോ എന്ന് കരുതി. ഫെർണാണ്ടസ് എപ്പോ വിളിച്ചാലും ഞാൻ വരും. അത് മതി. വേറെ എവിടേക്കെങ്കിലും പോവാം. എവിടേക്ക്? ആരുമില്ലാത്ത സ്ഥലത്തേക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. കം ഓൺ. ഞാനിപ്പോ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഇവിടുന്ന് തിരിച്ചു പോകണമെന്നേ തോന്നുന്നില്ല. എന്റെ ആഗ്രഹം അതാണ്. ഒരിക്കലും ഞാൻ ഇവിടുന്ന് തിരിച്ചയക്കില്ല.
ഞാൻ സരസുമല്ല, നിങ്ങളുടെ ലിസ. ലിസ? ലണ്ടനിൽ നിന്ന് നിങ്ങൾ പോന്നതിന് ശേഷം നിങ്ങളെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ നാൾ കാത്തിരുന്നു. ഡോക്ടർ കല്യാണിനെ ഒന്ന് കാണണം. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. എപ്പോ? കുറെ നാളായി. എവിടേക്കാണെന്നറിയാമോ? അറിയില്ല. ആ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഡോക്ടർ ശരത്. അദ്ദേഹം പുറത്തേക്ക് പോയി. ഇപ്പൊ വരും, അകത്തോട്ട് കയറി ഇരിക്കാമല്ലോ. അതാ വന്നല്ലോ. അദ്ദേഹമാണ് ഡോക്ടർ ശരത്. ഡോക്ടർ കല്യാണിനെ അന്വേഷിച്ചൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ഹലോ, ഐ എം ഡോക്ടർ ശരത്. ഡോക്ടർ കല്യാൺ ഇപ്പോൾ മദ്രാസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ പേര് ലിസ. I see. ഞാൻ ലണ്ടനിൽ നിന്ന് വരുന്നു. ഓ, ഗ്ലാഡ് ടു മീറ്റ് യു. എന്ത് പ്രശ്നം? ഡോക്ടർ കല്യാണിനെ ഉടനെ ഒന്ന് കാണണം. ഹലോ ഫെർണാണ്ടസ്. ഹലോ ശരത്. ഡോക്ടർ എങ്ങോട്ടാ? ഇതാരാ? ഷീ ഈസ് ലിസ ഫ്രം ലണ്ടൻ. ഡോക്ടർ കല്യാണിന്റെ ഗേൾഫ്രണ്ടാ. ഓ, ഐ സി. ഐ ആം ഫെർണാണ്ടസ്, ജോർജ് ഫെർണാണ്ടസ്. ഹലോ. എവിടെ താമസം? ഏതെങ്കിലും ഹോട്ടലിൽ റൂം നോക്കണം. ഹോട്ടലിൽ എന്തിനാ റൂം എടുക്കുന്നത്? നമുക്കറിയാവുന്ന ബംഗ്ലാവ് ഉണ്ടല്ലോ. ആ വാച്ച്മാൻ പരമേശ്വരൻ പറഞ്ഞാൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. താങ്ക് യു. വെൽക്കം. കല്യാണിനെ വീട്ടിൽ പോയി കാണാൻ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് ഉടനെ തന്നെ വിവരം അറിയിച്ച് ഇങ്ങോട്ട് വരുത്താൻ വേണ്ട ഏർപ്പാട് ചെയ്യാമെന്നും അതുവരെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ശരത്ത് ചെയ്തു തരാമെന്നും പറഞ്ഞ് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി.
എന്താ പരമേശ്വര, സുഖം തന്നെയല്ലേ? എന്താണ് ഇതൊക്കെ? വൃത്തിയാക്കണം. പിന്നെ ഇതാണ് ലിസ. ഇവരെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഞാനേ നാളെ വന്ന് കണ്ടോളാം. ഓക്കെ ലിസ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you. എന്റെ ജീവിതം നശിപ്പിച്ചവരോട് ഞാൻ പക വീട്ടി. എന്റെ ഫ്രണ്ട്സ് നല്ലവരാണെന്നാ കരുതിയത്.
ഐ എം സോറി ലിസ. വിധിയാണ് നമ്മളെ തമ്മിൽ അകറ്റിയത് ലിസ. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ നീ എനിക്ക് സത്യം ചെയ്തു തരണം. പറയൂ. ജീവിതത്തിൽ യാതൊരു സുഖവും അനുഭവിക്കാതെ എന്നെ ദൈവമായി കരുതുന്ന സരസുവിന്റെ ശരീരത്തിൽ നിന്നും നീ പോകണം. കല്യാൺ, പ്ലീസ്. നിന്റെ ആത്മശാന്തിക്കായി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്യാം. പ്ലീസ് അവളെ വിട്ടു പോകും ലിസ. പ്ലീസ്.